സ്റ്റുഡൻസ്, ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം BCOE 144 ഓഫീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ബികോം ജി അല്ലെങ്കിൽ എഫ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോമിൻ്റെ എന്താണ് വർക്ക് ഫ്രം ഹോം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഈ വീഡിയോയിലെ നോട്ട്സ് എല്ലാം ഷോർട്ട് നോട്ട്സാണ്. ടെസ്റ്റിൽ വളരെയധികം ഡീപ്പായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഡീപ്പായിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്കും കൂടി റെഫർ ചെയ്യുക. ഇവിടുന്ന് കാര്യം മനസ്സിലാക്കുക, അത് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ഇതൊരു ക്ലാസ് സെക്ഷൻ അല്ല, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കസിങ് സെക്ഷനാണ്. സോ അധികം ഡീപ്പായിട്ടൊന്നും ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, ടൈം ലിമിറ്റ് ഉണ്ട്. ഐ തിങ്ക് 3-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. സോ ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അധികം ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വർക്ക് ഫ്രം ഹോം നിങ്ങളുടെ അടുത്ത് ചോദിക്കും, വാട്ട് ഈസ് വർക്ക് ഫ്രം ഹോം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താ, വർക്ക് ഫ്രം ഹോം റെഫേഴ്സ് ടു എ വർക്ക് അറേഞ്ച്മെൻറ്റ് വെയർ എംപ്ലോയീസ് പെർഫോം ദെയർ ജോബ് ഡ്യൂട്ടീസ് ഫ്രം ദെയർ റെസിഡൻസ് ഓർ എനി റിമോട്ട് ലൊക്കേഷൻ ഇൻസ്റ്റീഡ് ഓഫ് ട്രഡീഷണൽ ഓഫീസ് സെറ്റിംഗ്. അതായത് എന്താണ്, ഒരു എംപ്ലോയി അയാളുടെ ഡ്യൂട്ടി അഥവാ ജോബ് എന്ത് ചെയ്യുന്നു, അയാളുടെ റെസിഡൻസിൽ നിന്നോ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു റിമോട്ട് ലൊക്കേഷനിൽ നിന്നോ ചെയ്യുന്നതിനെയാണ് വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. എന്തിന് പകരമായിട്ട് ട്രഡീഷണൽ ഓഫീസ് സെറ്റിംഗ്, നമുക്കറിയാം പണ്ടത്തെ ട്രഡീഷണൽ ഓഫീസ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓഫീസിൽ പോയി അവിടെ ഒരു ചെയർ ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, അതിന് മുമ്പിലിരുന്ന് ആ പ്ലേസിൽ നിന്ന് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ മാറ്റി പുതിയൊരു സെറ്റപ്പാണ് എന്ത്, വർക്ക് ഫ്രം ഹോം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, കീ ഫീച്ചേഴ്സ് എന്താണ്, എംപ്ലോയീസ് യൂസ് ഡിജിറ്റൽ ടൂൾസ് ലൈക്ക് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ഇമെയിൽ ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ് യൂസ് ചെയ്തിട്ടാണ്, ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് എംപ്ലോയീസ് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. ടാസ്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ മാനേജ്ഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ലൈക്ക് സൂം, ഗൂഗിൾ മീറ്റ്, MS Team എറ്റ്സെട്ര. ഓക്കെ, അതായത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളുണ്ടാവില്ലേ, സ്റ്റാഫ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, മാനേജേഴ്സ് തമ്മിലുണ്ടാവും, ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി വർക്ക് ഫ്രം ഹോമിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്. ഒന്ന്, ഫസ്റ്റ് എന്താണ്, കോസ്റ്റ് സേവിങ്. എന്താ, റിഡ്യൂസ് എക്സ്പെൻസസ് ഓൺ കമ്മ്യൂട്ടിങ്. നമുക്ക് കമ്മ്യൂട്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്, കമ്മ്യൂട്ടിങ്, ഓഫീസ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി എറ്റ്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് നമുക്ക് കമ്മ്യൂട്ടിങ് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസുകൾ റിഡ്യൂസ് ആവുന്നുണ്ട്. ഓഫീസ് റെൻറ്റ്, അതായത് മുതലാളി ഓഫീസ് റെൻറ്റ് കൊടുക്കണ്ട, ഇലക്ട്രിസിറ്റി കൊടുക്കണ്ട. അപ്പോൾ എന്തുകൊണ്ടും അതൊരു കോസ്റ്റ് സേവിങ് അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ എന്താ, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. എംപ്ലോയിന് എന്താ, കംഫോർട്ടബിൾ ആയിട്ടുള്ള വർക്ക് ഹവറിൽ വർക്ക് ചെയ്താൽ മതി. പക്ഷേ എന്താണ് അവിടെ ബ്രാക്കറ്റിൽ പറയുന്നത്, ഇഫ് അലോവഡ്, അത് കമ്പനി അലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. കമ്പനിയിൽ സ്പെസിഫൈ ചെയ്ത് ടൈം പറയുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ചെയ്യണം. ഇനി എന്താ, വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. അതായത് എംപ്ലോയിക്ക് കൂടുതൽ ടൈം അവരുടെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും, അയാൾക്കൊരു പേഴ്സണൽ സ്പേസ് കിട്ടുകയാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന്, ലാക്ക് ഓഫ് സൂപ്പർവിഷൻ. ഈ വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ ഹൗസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സൂപ്പർവൈസ്, നമ്മളെ നിരീക്ഷിക്കാൻ ആരും തന്നെ ഇല്ല. സോ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്താ, റിഡ്യൂസ് ആകും. അതുപോലെ നമ്മുടെ ഡിസിപ്ലിൻ ഉണ്ടാകും. നമ്മൾ തോന്നിയ പോലെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യും. അപ്പോൾ എന്താ, നമ്മുടെ ഡിസിപ്ലിൻ റിഡ്യൂസ് ആവില്ലേ. ഇനി എന്താ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും, ശരിയല്ലേ. നമ്മൾ വീട്ടിൽ നിന്നാണ് കുറേ നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ പിന്നീട് നമ്മൾ എന്താ, ഒരു ട്രഡീഷണൽ ഓഫീസ് സെറ്റപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ മിസ്സാവും. നമുക്ക് ചിലപ്പോൾ പിന്നീട് അത് പറ്റിയെന്ന് വരില്ല. അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയിൽ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ലാപ്ടോപ്പിന് എന്തെങ്കിലും ഫെയിലേഴ്സ് വരാം. അതൊക്കെ എന്താ, നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യും. ഇത് വളരെ ഷോർട്ടായിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ നോട്ട്സ്. സോ നിങ്ങൾക്ക് ഡീപ്പായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് റെഫർ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളത് കണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഓഫീസ് സ്റ്റേഷനറി? എന്താണ് ഓഫീസ് സ്റ്റേഷനറി? എന്തൊക്കെ ടൈപ്പ് ഓഫീസ് സ്റ്റേഷനറി ആണ് ഓഫീസിൽ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഓഫീസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ? യൂസർ ഫോർ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഇൻ എവരി ഓഫീസ്, വെദർ ബിഗ് ഓർ സ്മോൾ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിന് വേണ്ടി ഡേ ടു ഡേ, നമ്മുടെ ദിവസേന നമുക്ക് ഡേ ടു ഡേയിൽ നമുക്ക് വേണ്ടി വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ഐറ്റംസിന് നമുക്ക് ഓഫീസ് സ്റ്റേഷനറി എന്ന് പറയാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ? ബേസിക് ടൂൾസ്, യൂട്ടിലിറ്റീസ് വിച്ച് വൺ നീഡ്സ് ടു പെർഫോം ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ഓർ എനി അതർ ഓഫീസ് ഐറ്റംസ് സച്ച് ആസ് നോട്ട് പാഡ്, പേപ്പർ, വിസിറ്റിംഗ് കാർഡ് എക്സെട്ര. ഓക്കെ, അപ്പം മെയിൻലി ഇതാണ്. അതായത് എന്താ, നമുക്ക് ഓഫീസ് വർക്കിന് എന്താ പേപ്പർ വർക്ക് ഉണ്ടാവും. അപ്പോൾ പേപ്പർ വേണ്ടി വരും, നോട്ട് പാഡ് വേണ്ടി വരും, വിസിറ്റിംഗ് കാർഡ് വേണം, നമ്മുടെ ഓഫീസിൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കണം. ഇനിയും ഉണ്ട്, ഇത് ടെസ്റ്റ് വായിച്ചാൽ മതി ജസ്റ്റ്. ഓക്കെ, ടെസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ട്. ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാവാൻ എഴുതി. അപ്പോൾ ഇത്രയും ആ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് കാണുന്നത് ബട്ട് സ്റ്റേഷനറി ഡസ് നോട്ട് ഇൻക്ലൂഡ് ഐറ്റംസ് ലൈക്ക് കമ്പ്യൂട്ടർ, ഫർണിച്ചർ, പ്രിൻ്റർ എക്സെട്ര. ഇതിനെ നമ്മൾ എന്ത് പറയില്ല, സ്റ്റേഷനറി അല്ല. അപ്പം നിങ്ങൾക്ക് ഇത് എന്താ ഒരു പോയിൻ്റായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ഒപ്പം എന്താണ് സ്റ്റേഷനറി അല്ലാത്തതിൻ്റെ നിങ്ങൾക്കൊരു മാർക്ക് ഗ്രൂപ്പ് സ്കോർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേഷനറി? അതിനിവിടെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഓക്കെ, മെയിൻലി ഇതാണ് ഓഫീസ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു പഞ്ചിങ് മെഷീൻ കാണുന്നുണ്ട്, ഒരു സ്റ്റാപ്ലെയർ, അതുപോലെ സ്റ്റാപ്ലെയറിൻ്റെ പിന്നെ എന്താ സിസർ, കത്രിക, വൈറ്റ്നർ, മാർക്കർ, പിന്നെ സ്റ്റാമ്പ്, എന്താണ് ഓക്കെ സീല്, ഓക്കെ സീല് കാണുന്നുണ്ട്, ത്രെഡ് കാണുന്നുണ്ട്, പെൻസിൽ, പേപ്പർ, ഇതൊക്കെ തന്നെയാണ് മെയിൻ. അത് തന്നെയാണ് ഇവിടെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഡീറ്റെയിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇത് ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ, അതെന്താണ് കാര്യം ജസ്റ്റ് ഒന്ന് വായിക്കാൻ പോകാം. റൈറ്റിംഗ് ടൂൾസ്, അതുപോലെ ഫയൽസ്, അതെ ഫയൽസ് വേണ്ടി വരും, ഫോൾഡറുകൾ വേണ്ടി വരും, ഡയറി വേണ്ടി വരും. ഓരോ ഇമ്പോർട്ടൻ്റ് നോട്ട്സ് കാര്യങ്ങൾ എഴുതാൻ നമുക്ക് ഡയറി വേണം. ഡെസ്ക് കലണ്ടർ, അതായത് ഓഫീസ് ടേബിൾ ഉണ്ടാവില്ല, അവിടെ ക്വിക്ക് റെഫറൻസിന് വേണ്ടി ഒരു ചെറിയ ഒരു ഡെസ്ക് കലണ്ടറിലാണ് നമ്മൾ ടേബിളിലൊക്കെ വെക്കുന്ന ഡെസ്ക് കലണ്ടർ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേറ്റർ വേണ്ടി വരും, കാരണം എന്താ, സ്പീഡിൽ ആൻഡ് ആക്യുറേറ്റ് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റർ വേണം. ഓക്കെ, ഇത്രയും തന്നെയാണ് മെയിൻ കാര്യം. ഇനി ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഞാൻ ടെസ്റ്റിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഇത് ടെസ്റ്റിൽ നിന്ന് തന്നെ ഞാൻ കോപ്പി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എന്താണ് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡിനെ പറ്റി ഒരു നോട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ അത് തന്നെ കോപ്പി ചെയ്തേക്കുന്നത്. ഇത് ടെസ്റ്റിലുള്ളതാണ്. ഇനി ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ ടെസ്റ്റിൽ വേറെയും കിടക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ഡെബിറ്റ് കാർഡ് ഓൾസോ നോൺ ആസ് ചെക്ക് കാർഡ്സ്. ഡെബിറ്റ് കാർഡിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ചെക്ക് കാർഡ് എന്ന് പറയുന്നത്. ദേ ഓഫർ ആൻ ഓൾട്ടർനേറ്റീവ് ടു ക്യാരി എ ചെക്ക് ബുക്ക് ഓർ ക്യാഷ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, ചെക്ക് ബുക്കും ക്യാഷും ക്യാരി ചെയ്യുന്നതിന് പകരം നമ്മൾ ഡെബിറ്റ് കാർഡ് ക്യാരി ചെയ്താൽ മതി. ശരിയല്ലേ? ചെക്ക് ബുക്ക് എന്തിനാണ്? ക്യാഷ് നമുക്ക് ആർക്കെങ്കിലും വിഡ്രോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനാണ്. ക്യാഷ് എന്തിനാണ്? ക്യാഷ് സ്പെൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഡെബിറ്റ് കാർഡിന് നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതുപോലെ ക്യാഷ് ആവശ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ATM നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാം ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്. ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ഈസ് എംപവർഡ് ടു സ്പെൻഡ് wherever and whenever he went with his credit card within the limit fixed by his bank. അതായത് ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ എംപവേർഡ് ആണ്. എന്ത്? അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും, എവിടെ വെച്ചിട്ടാണെങ്കിലും. ശരിയല്ലേ? അയാൾക്ക് ഒരു ഫിക്സ്ഡ് ലിമിറ്റ് ഉണ്ട്, അതുവരെയും അയാൾക്ക് എന്ത് ചെയ്യാം? ആ ലിമിറ്റിൽ അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് ഈസ് എ പോസ്റ്റ് പെയ്ഡ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് പെയ്ഡ്. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് പേ ചെയ്യുന്നതാണ് പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ എന്താ? പ്രീപെയ്ഡ് ആണ്, നമ്മളത് മുൻകൂട്ടി പേ ചെയ്യുകയാണ്. അതുപോലെ എന്താ? പോസ്റ്റ് പെയ്ഡ് പ്ലാൻസ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്തിട്ട് പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് പോസ്റ്റ് പെയ്ഡ് കാർഡ് അല്ലെ. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് പോസ്റ്റ് പെയ്ഡ് കാർഡാണ്. ഡെബിറ്റ് കാർഡ് ഓൺ ദി അതർ ഹാൻഡ് ഈസ് പ്രിപ്പയർഡ് കാർഡ് വിത്ത് സം സ്റ്റോർഡ് വാല്യൂ. Every time a person uses this card, the internet banking may get transferred to its account from the bank of the buyer. The buyer's account is debited with the exact amount of purchases. അതൊന്നുമില്ല. അതായത് ബയ്യർ ഒരു സാധനം പർച്ചേസ് ചെയ്ത് നമ്മൾ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് യൂസ് ചെയ്യില്ല, കറക്റ്റ് എമൗണ്ട് തന്നെയല്ല ഡെബിറ്റ് ആവുന്നത്, നമ്മുടെ കയ്യിൽ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് ഡെബിറ്റ് കാർഡ്, എന്താണ് ക്രെഡിറ്റ് കാർഡ്. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതി വെച്ചോളൂ. ഓക്കെ.
ഓക്കെ, ബാക്കി ഇത് ടെസ്റ്റിൽ നിന്നാണ്. ഇത് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അറിയണതും കൂടി പുഷ് ചെയ്ത് വെക്കുക. വേറെയും ഉണ്ട് കേട്ടോ, ടെസ്റ്റിലും വേറെയും കാര്യങ്ങളുണ്ട്, അപ്പോൾ അതും കൂടി നോക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ എറ്റിക്കറ്റ്, വാട്ട് ഈസ് ഓഫീസ് എറ്റിക്കറ്റ്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓഫീസ് എറ്റിക്കറ്റ്സ്. എറ്റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ മര്യാദ എന്ന് പറയും. അപ്പോൾ എറ്റിക്കറ്റ് റെഫേഴ്സ് ടു ദി സെറ്റ് ഓഫ് റൂൾസ്, മാനേഴ്സ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ ദാറ്റ് ആർ കൺസിഡർഡ് അക്സെപ്റ്റബിൾ ഇൻ എ പർട്ടിക്കുലർ settings or society. It is ensure respectful and polite interaction between ഇൻഡിവിജ്വൽസ്. അതായത് ഒന്നുമില്ല, എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് റൂൾസ് മാനേഴ്സ് കാര്യങ്ങളാണ്. അത് സൊസൈറ്റിയിലെ കുറച്ച് പറഞ്ഞു വച്ചിരിക്കുന്ന മര്യാദ റൂൾസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതെന്ത് ചെയ്യണം, ഓരോ ഇൻഡിവിജ്വലും അത് റെസ്പെക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ, അത്രയേ ഉള്ളൂ. ഇത് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. സീയിങ് പ്ലീസ് ആൻഡ് താങ്ക് യു, വെയിറ്റിംഗ് ഫോർ യുവർ ടേൺ ടു സ്പീക്ക് എറ്റ്സെട്ര ആർ ബേസിക് എറ്റിക്കറ്റ്. അതായത് നിങ്ങളെന്താ ഒരാളൊരു കാര്യം ചെയ്തതിന് ഒരു താങ്ക് യു പറയുകയാണ്. ഓക്കെ, അതിന് നമുക്ക് എന്ത് പറയാം, അതൊരു എറ്റിക്കറ്റാണ്, അതൊരു മര്യാദയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിളി പറയുകയാണെങ്കിൽ. ഡീപ്പായിട്ട് ടെസ്റ്റിനുണ്ട്, പറയേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും പറഞ്ഞുള്ളൂ. ഇനി ഓഫീസ് എറ്റിക്കറ്റ് എന്താണ്? നമ്മളപ്പോൾ എറ്റിക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. ഓഫീസ് എറ്റിക്കറ്റ് എന്താണ്? ഓഫീസ് എറ്റിക്കറ്റ് റെഫേഴ്സ് ടു ദി കോഡ് ഓഫ് കണ്ടക്ടർ ആൻഡ് ബിഹേവിയർ ഫോളോഡ് ബൈ ദി എംപ്ലോയി ഇൻ വർക്ക് പ്ലേസ്. അതായത് എറ്റിക്കറ്റ് എന്ന് പറയുന്നത്, ഓഫീസ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത് എന്താ, അത് കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ഇന്ന കാര്യങ്ങൾ ഒരു ഓഫീസിൽ ചെയ്യണമെന്നുണ്ട് ഇല്ലേ, അവർക്ക് ഇത്ര റൂൾസും കാര്യങ്ങളുണ്ടാകും ഓരോ ഓഫീസിലും. അല്ല, ഓരോ ഓഫീസിലും ഓരോ കാര്യങ്ങൾ റൂൾസ് കാര്യങ്ങളുണ്ടാകും. അത് എന്ത് ചെയ്യണം, എംപ്ലോയി ഫോളോ ചെയ്യണം അവരുടെ വർക്ക് പ്ലേസിൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹൗ പീപ്പിൾ സ്പീക്ക് പീപ്പിൾസ്. അതായത് എംപ്ലോയീസ് എങ്ങനെ സ്പീക്ക് ചെയ്യണം, അതുപോലെ എങ്ങനെ ബിഹേവ് ചെയ്യണം, പെരുമാറണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം. അതായത് എന്താ, ഓഫീസിൽ എന്താണ് ഒരു ഡ്രസ്സിങ് ഉണ്ടാവും. അതായത് അവർക്കൊരു യൂണിഫോം ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഷേർട്ട് ചെയ്ത് വരണമെന്നുണ്ടാവും, അങ്ങനെ ഡ്രസ്സിങ് ഉണ്ടാവും. ഇൻട്രാക്ട് ഇൻ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റ്, നമ്മളൊരു പ്രൊഫഷണലായിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്പീക്ക് ചെയ്യാൻ. ഇറ്റ് ക്രിയേറ്റ് എ ഡിസിപ്ലിൻ ആൻഡ് റെസ്പെക്ട്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ഓഫീസ് കൾച്ചർ. ഇതുകൊണ്ട് എന്താവും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, എംപ്ലോയീസിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, ഒരു റെസ്പെക്ട്ഫുൾ ഉണ്ടാവും. അതുപോലെ എന്താ, ഓഫീസ് കൾച്ചറിലേടാ, നമുക്കൊരു ഓഫീസ് കൾച്ചർ ഉണ്ട്, എല്ലാ ഇതിലും ഓഫീസ് കൾച്ചർ ഉണ്ട്. അപ്പോൾ അത് എന്താ, പ്രൊഡക്റ്റീവ് ആവും. അതിന് എക്സാമ്പിൾ എന്താ, ഗ്രീറ്റിംഗ് കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മളെ കൊളീഗ്സിനെ ഗ്രീറ്റ് ചെയ്യുന്നു. അതുപോലെ നോട്ട് യൂസിങ് മൊബൈൽ ഡ്യൂറിങ് മീറ്റിംഗ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മീറ്റിംഗ്സ് നിങ്ങളുടെ ഒരു ഓഫീസ് മീറ്റിംഗ് ആണ്, അതിൻ്റെ ഇടയിൽ ഒരു എംപ്ലോയി വന്നിട്ട് കോൾ ചെയ്യുകയാണ്. ആ സമയത്ത് എന്താ, അതൊരു മര്യാദയാണ്. നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ എക്സാമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. എന്താണ് ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഓഫീസ് എറ്റിക്കറ്റ്? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്ന്, പ്രൊമോട്ട്സ് പ്രൊഫഷണലിസം. നമ്മളൊരു പ്രൊഫഷണലിസമാണ് പ്രൊമോട്ട് ആവുന്നത്. നിങ്ങളെല്ലാം ഒരു പ്രൊഫഷണലായിട്ട് രീതിയിൽ ചെയ്യുകയാണ് എങ്കിൽ എന്താ, നിങ്ങളൊരു പ്രൊഫഷണലാണ്, ഇയാൾ ആൾ കൊള്ളാലോ എന്ന് സ്വാഭാവികമായിട്ടും കൊളീഗ്സ് ഒക്കെ പറയും. പ്രോപ്പർ എറ്റിക്കറ്റ് reflects your professionalism and improve your image among colleagues and management. മാനേജ്മെൻറ്റിൻ്റെയും കൊളീഗ്സിൻ്റെ ഇടയിൽ നിങ്ങളുടെ പ്രൊഫഷണലിസം എന്താവും, ഇമ്പ്രൂവ് ആവും. എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ, പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ റെഡ്യൂസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബിൽഡ് സ്ട്രോങ് ടീം റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകൾ, അതുപോലെ അതൊക്കെ കുറയും. അതുപോലെ എന്താ, നിങ്ങൾക്ക് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താ, നിങ്ങളുടെ വർക്ക് ലൈഫ്, നിങ്ങളുടെ ഓഫീസിലെ വർക്ക് ലൈഫ് ഇമ്പ്രൂവ് ആകും. ഇനി ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി. വെൻ എംപ്ലോയി ഫോളോ റൂൾസ് ആൻഡ് റെസ്പെക്ട് ബൗണ്ടറീസ്, ദി വർക്ക് പ്ലേസ് റൺ സ്മൂത്ത്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് എംപ്ലോയീസ്, തൊഴിലാളികൾ എന്താ, അവരുടെ റൂൾസ് കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ വർക്ക് പ്ലേസിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ശരിയല്ലേ? അതേസമയം അവർ ആ റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ഓഫീസിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എങ്കിൽ എന്താ, അവരുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ മര്യാദക്ക് പോകും.
എപ്പോഴും പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എംപ്ലോയീസിനെ മാറ്റേണ്ടി വരും. ഒരു പഴയ എംപ്ലോയി പോകുമ്പോൾ പുതിയ എംപ്ലോയി വന്നാൽ എന്താ, പണ്ടത്തെ എംപ്ലോയി ചെയ്യുന്ന രീതിയിൽ പുതിയ എംപ്ലോയി ചെയ്യണമെന്നില്ല. പഠിച്ചെടുക്കാൻ ടൈം എടുക്കും, ടൈം ഓഫ് വേസ്റ്റേജ് അവിടെ സംഭവിക്കും. ശരിയല്ലേ? ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ എന്താ, ബിൽഡ് പോസിറ്റീവ് കൾച്ചറൽ വർക്ക്. ഇതൊക്കെ എന്തൊക്കെ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ള എല്ലാം ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഈ നോട്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ അത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഈ ക്വസ്റ്റ്യനെ പറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ട് എന്ന് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കി തരാം കുറച്ച് എക്സാമ്പിളിലൂടെ. സെൻട്രലൈസേഷൻ മീൻസ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ദി ടോപ്പ് ലെവൽ ബോസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ടോപ്പ് ലെവൽ ബോസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് മെയ്ഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇൻ എ സ്മോൾ ഷോപ്പ്, ഒരു ചെറിയൊരു ഷോപ്പിൽ ഓൺലി ഓണർ ഡിസൈർ എവറിത്തിങ്. അല്ലെ, ഒരു ചെറിയൊരു ഷോപ്പാണ്, അവിടെ എന്താ ഓണർ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെ, വാട്ട് ടു ബൈ, ഹൗ ടു പ്രൈസ്, ഹൂ ടു ഹയർ, ആരൊക്കെ എടുക്കണം, ജോലിക്ക് എടുക്കണം, എന്ത് വാങ്ങണം, പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആരായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്? ഒരു ചെറിയ ഷോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, ഓണറായിരിക്കും. അതാണ് സെൻട്രലൈസേഷൻ. നമുക്കിനി കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ, പവർ ആരുടെ കയ്യിലാണ് ഉള്ളത്? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ് അല്ലേ. ഈ കേസിൽ എന്താണ്, ഈ സ്മോൾ ഷോപ്പിൻ്റെ കേസിൽ ഓണറിൻ്റെ കയ്യിലാണ് മാനേജ്മെൻറ്റ് ഉള്ളത്, ടോപ്പ് മാനേജ്മെൻറ്റ് ഉള്ളത്. ലോവർ ലെവൽ വർക്കേഴ്സ് ജസ്റ്റ് ഫോളോ ഓർഡേഴ്സ്. അല്ലെ, ഇവിടെ ഉള്ള എംപ്ലോയീസ് ആരുണ്ടാവും? കുറച്ച് എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവുള്ളൂ സ്മോൾ ഷോപ്പ് ആയതുകൊണ്ട്. അവരെന്ത് ചെയ്യും? ഈ ഓർഡറുകൾ ഫോളോ ചെയ്യും. വൺ പേഴ്സൺ ഓർ വൺ ഓഫീസ് കൺട്രോൾ എവറിത്തിങ്. ഒരാളല്ലെങ്കിൽ ഒരു ഓഫീസായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. വെൻ ടു യൂസ്, ഈ സെൻട്രലൈസേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സ്മോൾ ബിസിനസ്സിലാണ് സെൻട്രലൈസേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇനി വെൻ സ്ട്രോങ് കൺട്രോൾ ഈസ് നീഡഡ്. സ്ട്രോങ് കൺട്രോൾ നീഡഡ് ഉള്ളപ്പോൾ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ ഇനി സെൻട്രലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മനസ്സിലായ കാര്യം എന്താ, അത് ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഡീസെൻട്രലൈസേഷൻ ശേഷം മൊത്തത്തിൽ ഒരു സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഷെയറിങ് പവർ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് എന്താ, പവറുകൾ ഷെയർ ചെയ്യുന്നു. ഹിയർ ലോ ലെവലിലുള്ള മാനേജേഴ്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഹെഡ്സ് ക്യാൻ ഓൾസോ ടേക്ക് ഡിസിഷൻ. ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ലോവർ ലെവലിലുള്ള ഒരു മാനേജറിനോ അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ ഹെഡിനോ ആർക്ക് വേണമെങ്കിലും എന്താ ഡിസിഷൻ ടേക്ക് ചെയ്യാം. കഴിഞ്ഞ സെൻട്രലൈസേഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു? ടോപ്പ് മാനേജ്മെൻറ്റ് ബോസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഡിസിഷൻസ് മെയ്ഡ് ചെയ്യുന്നത്. അതിൽ വേറെ ആരും ചെയ്യുന്നില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയ ഡീസെൻട്രലൈസേഷനിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇൻ എ ബിഗ് കമ്പനി ലൈക്ക് റിലയൻസ് പോലെയുള്ള ഒരു വലിയൊരു കമ്പനിയിലെ ഹെഡ് ഓഫീസ് ഗീവ് ഈച്ച് സ്റ്റോർ മാനേജേഴ്സ് സം പവർ ലൈക്ക് ഗിവിങ് ഡിസ്കൗണ്ട്, ഹയറിംഗ് ഹെൽപ്പേഴ്സ് എക്സെട്ര. അതായത് ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ മാനേജർ എന്ന് പറയുന്ന ആൾക്ക് കുറച്ച് പവർ കൊടുക്കുന്നുണ്ട്. അതായത് റിലയൻസിൻ്റെ അല്ലെ സ്മാർട്ട് ബസാറിൽ ഡിസ്കൗണ്ട് കൊടുത്തേക്കുക, അല്ലെങ്കിൽ അവിടെ കുറച്ച് ഹെൽപ്പേഴ്സിനെ ഹയർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും. സെൻട്രലൈസേഷൻ യൂസ് ചെയ്യുന്നത് ഒരു സ്മോൾ ബിസിനസ്സിലാണ്. കാരണം എന്ന് പറയുന്നത് അവിടെ ഒരാൾ ഡിസൈഡ് ചെയ്താലും കൺട്രോൾ ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ ഡീസെൻട്രലൈസേഷൻ്റെ കേസ് വരുമ്പോൾ റിലയൻസ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയിൽ പല ബിസിനസ്സുകളും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള വ്യക്തി ഓരോ ഡിസിഷൻസും എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം വേണ്ടി വരും. ശരിയല്ലേ? ഇതൊരു വലിയ ബിസിനസ്സിൽ പോസിബിൾ ആവില്ല. സോ ലോവർ ലെവൽ മാനേജ്മെൻറ്റോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെഡ് ആയിക്കോട്ടെ, ഓരോരുത്തർക്കും ഓരോ പവറുകൾ കൊടുക്കും. അവരായിരിക്കും അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്, അല്ലാണ്ട് ഓണറല്ല. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. സെൻട്രലൈസേഷനിലാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ബോസ് എന്ത് ചെയ്യും? ഓർഡർ കൊടുക്കും, ഡിസിഷൻസ് മേക്ക് ചെയ്യും. ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ ഓരോ വ്യക്തികളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടുത്തെ കീ പോയിൻ്റ് എന്താ? പവർ ഈസ് ഡിവൈഡഡ് ടു ലോവർ ലെവൽസ്. അതായത് ഓരോ പവർസും ലോവർ ലെവലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. വർക്കേഴ്സ് ഫീൽ ട്രസ്റ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ്. വർക്കേഴ്സിന് അപ്പോൾ എന്ത് ആയിരിക്കും? അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? വർക്കേഴ്സിന് എന്താ? നമ്മളോടൊരു വിശ്വാസം ഉണ്ടാകും, അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും നമ്മളിങ്ങനെ ഓരോ ഡിസിഷൻ പവർ കൊടുക്കുന്നത്. ഫാസ്റ്റർ ഡിസിഷൻസ് ആയിരിക്കും മറ്റ് ലോക്കൽ ലെവലിൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ടായിരുന്നു. ഇനി ഇതിൻ്റെ നോട്ട് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സംഭവം ഇത്ര തന്നെ ഉള്ളൂ, സെയിം തന്നെ.
Communication refers to the organizational structure where all decision-making power is concentrated at the top level of the management. സെൻട്രലൈസേഷനിൽ എന്താ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനായിരിക്കും പവർ ഉള്ളത്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഹാവ് ലിറ്റിൽ ഓർ നോ അതോറിറ്റി. അത് ചെറുതായിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള അതോറിറ്റിയും ഇല്ല എന്തിനും ഡിസിഷൻ എടുക്കാൻ. മെയിനായിട്ട് അതിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനായിരിക്കും. എക്സാമ്പിളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മറ്റേതിൽ, അതന്നെ യൂസ് ചെയ്താൽ മതി. സോ എക്സാമ്പിളില്ല. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിസിഷൻ മെയ്ഡ് ചെയ്യുന്ന ആരാ? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ്. നമുക്കറിയാം വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഒരു ഓർഡർ കൊടുക്കും, ആ എംപ്ലോയീസ് എന്ത് ചെയ്യും? ആ ഓർഡേഴ്സ് ഫുൾഫില്ല് ചെയ്യും. അപ്പോൾ എന്താ അവിടെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ. അല്ലാണ്ട് എംപ്ലോയീസ് എന്തോ അറിയില്ല, ഇത് പറ്റില്ല, ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഉള്ളത്. ബെറ്റർ കൺട്രോൾ ഉണ്ടാവും, അതുപോലെ സൂപ്പർവിഷൻ ഉണ്ടാവും. ഇതാണ് സെൻട്രലൈസേഷൻ. ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡീസെൻട്രലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡെലിഗേറ്റിംഗ് അതോറിറ്റി. എന്താണ് ഈ ഡെലിഗേറ്റിംഗ് മീനിങ് എന്താ? ഗിവിങ് സം എൽസ് ദി അതോറിറ്റി ടു ഡു എ സ്പെസിഫിക് ടാസ്ക് ഓർ മേക്ക് എ ഡിസിഷൻ. അതായത് അതോറിറ്റിയിൽ നമ്മുടെ അധികാരം എന്താണ്? അത് നമ്മൾ ഗിവ് ചെയ്യുന്നത് ഒരാൾക്ക് നമ്മളത് കൊടുക്കുകയാണ്. എക്സാമ്പിൾ, മാനേജർ ഡെലിഗേറ്റഡ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഓർഗനൈസിങ് ദി മീറ്റിംഗ് ഓഫ് ദി സെക്രട്ടറി. അതായത് ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു വ്യക്തിക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത്. അതായത് ഗിവ് ചെയ്യുകയാണ്, കൊടുക്കുകയാണ് എന്നൊരർത്ഥമാണ് വരുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഡെലിഗേറ്റഡ് ദി അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ ടു ലോവർ ലെവൽ ഓഫ് ദി മാനേജ്മെൻറ്റ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്സിന് ഇവിടെ നടക്കില്ല. കാരണം എന്താ? ഇതൊരു വലിയൊരു കമ്പനിയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചസിലും വ്യത്യസ്തമായിട്ടുള്ള മാനേജേഴ്സ് ഉണ്ടാകും, ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ടാകും. അവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ആ മാനേജ്മെൻ്റ് ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് പവർ ടു lower level of management or different branches or departments within an organization. എക്സാമ്പിളൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾ തന്നെയാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ? അതോറിറ്റി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് വേരിയസ് ലെവൽസ്, ടു വേ കമ്മ്യൂണിക്കേഷൻ, എൻകറേജ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. നേരത്തെ ഇപ്പോൾ എന്താ? ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ലോക്കൽ ലെവൽസ്. അല്ല, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫാസ്റ്റർ ഡിസിഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ആദ്യം എന്ത് ചെയ്യുക? ക്ലിയർ ആവണ്ടെന്ന് അറിയില്ല. ക്ലിയർ ആവണില്ലെങ്കിൽ ടെസ്റ്റ് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്തപ്പോൾ ഇതിൽ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. സെൻട്രലൈസേഷൻ അത് നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ചു, അതന്നെ എഴുതിയാൽ മതി. ഇത് കാണുന്ന രീതിയിൽ എഴുതണം എന്നൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അത് എഴുതി വെക്കുക. ഇനി involves മെത്തേഡിക്കൽ റിസർവേഷൻ ഓഫ് അതോറിറ്റി. അതെവിടെ വരുന്നത്? സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ മെത്തേഡിക്കൽ ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രലൈസേഷനിൽ നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് എന്ത് ഡിസിഷൻ എടുക്കുന്നത്, അല്ലെ അത് അവർ തന്നെ ആയിരിക്കും ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നത്. ആ അതോറിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഡീസെൻട്രലൈസേഷനിൽ എന്താ? നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത്. നമ്മുടെ അതോറിറ്റികൾ ലോവർ ലെവൽ മാനേജേഴ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിട്ടുകൊടുക്കുക, അല്ലെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയല്ലേ. അതിന് വേറെ രീതിയിൽ പറയുന്നതാണ് ഇവിടെ മെത്തോഡിക്കൽ റിസർവേഷൻ ഓഫ് അതോറിറ്റിയും മെത്തോഡിക്കൽ ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സംഭവം അത് തന്നെയാണ്. നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. ടെസ്റ്റിൽ ഇതുപോലെ തന്നിട്ടുണ്ട്, അപ്പം ഇതുപോലെ എഴുതാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇനി ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രലൈസേഷനിൽ വെർട്ടിക്കലും ഡീസെൻട്രലൈസേഷനിൽ ഫ്രീ ഫ്ലോയുമാണ്. പേസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്? സെൻട്രലൈസേഷനിൽ സ്ലോ ആയിരിക്കും. കാരണം എന്താ? ടോപ്പ് ലെവൽ മാനേജേഴ്സാണ് എടുക്കുന്നത്. ഓക്കെ, ഡീസെൻട്രലൈസേഷനിൽ എന്താ? അത് ഫാസ്റ്റ് ആയിരിക്കും. നമ്മളപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ഇവിടെ ഒരു തെറ്റുണ്ട്. തെറ്റ് എന്താണെന്ന് വെച്ചാൽ 1 minute. ഇവിടെ ഓക്കെ, ഡീസെൻട്രലൈസേഷനിൽ ഫാസ്റ്ററിലാണ്. സെൻട്രലൈസേഷനിൽ എന്താ? ഇവിടെ ഫാസ്റ്റർ എന്ന് കൊടുത്തോന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പം അതുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഓക്കെ,
അപ്പോൾ സെൻട്രലൈസേഷനിൽ സ്ലോ ആയിട്ടാണ് ഡിസിഷൻ, കാരണം ടോപ്പ് ലെവൽ മാനേജേഴ്സ് അപ്രൂവ് ചെയ്യണം, അവരുടെ അടുത്ത് ചോദിക്കണം, അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. എന്നാൽ ഡീസെൻട്രലൈസേഷനിൽ ഓരോ ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കാം. ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ? പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് ലീഡർഷിപ്പ് ഉണ്ടാവും. കാരണം ഒരു ഓർഡർ ഇതാക്കി കഴിഞ്ഞാൽ അവർ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ആ ലീഡറിലായിട്ടുള്ള ആൾ, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഒരു കോർഡിനേഷൻ ഉണ്ടാവും. പക്ഷേ ഡീസെൻട്രലൈസേഷൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ബർഡൻ, അതായത് ചുമതലകൾ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇതൊക്കെ എന്താ ഷെയർ ചെയ്യും, ഓരോ ലോ ലെവൽ മാനേജേഴ്സും ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇനി മറ്റേതാണെങ്കിൽ എന്താ, 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, മൾട്ടിപ്പിൾ പൊസിഷൻസ് ഇൻ ഓൾ 3 ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണ്. സ്യൂട്ടബിൾ ആയിരിക്കുക സ്മോൾ ഓർഗനൈസേഷനിലാണ് സെൻട്രലൈസേഷനും, ഡീസെൻട്രലൈസേഷൻ ബിഗ് ഓർഗനൈസേഷനിലുമാണ്. ഇനി ഇംപ്ലിമെൻറ്റഡ് വെൻ ഇൻഎജുക്കേറ്റ് കൺട്രോൾ ഓവർ ദി ഓർഗനൈസേഷൻ, കൺസിഡറബിൾ കൺട്രോൾ ഓവർ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓഫീസ് ലേഔട്ടാണ്. ഓഫീസ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ്, അതായത് നമ്മുടെ ഓഫീസ് എക്യുപ്മെൻറ്റ്, ഓഫീസിലെ മെഷീൻസ്, ഫർണിച്ചർ, ഇതൊക്കെ എവിടെ ഫിക്സ് ചെയ്യണം, എവിടെ ആ ലേഔട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം എന്നാണ് നോക്കുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പെർഫോമൻസ്, വർക്കിൻ്റെ എഫിഷ്യൻസീനെ പെട്ടെന്ന് ഇതാവണം. അതുപോലെ എന്താ, നമ്മുടെ ഫ്ലോർ സ്പേസിലെ നമ്മുടെ സ്പേസ് മിനിമലായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യണം, മിനിമമായിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ പോരെ, ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? ടു എൻഷുർ എഫക്റ്റീവ് യൂസ് ഓഫ് ദി അവൈലബിൾ ഫ്ലോർ സ്പേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലോർ സ്പേസ് ഉണ്ടല്ലേ നമ്മുടെ ഏരിയയിലെ, അത് മാക്സിമം യൂസ് ചെയ്യണം. അതുപോലെ എന്താ, ഫെസിലിറ്റേറ്റ് മാനേജേഴ്സ് വിത്ത് ബെറ്റർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദെയർ വർക്ക് ഫോഴ്സ്. അതായത് മാനേജേഴ്സിന് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റണം, അതിനുള്ള ഫെസിലിറ്റേറ്റും കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ടു എൻഷുർ സ്റ്റഡി ആൻഡ് എഫക്റ്റീവ് വർക്ക് ഫ്ലോ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ നോട്ടിലുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. ഇതിനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ആർക്കാണ് ഇതറിയാത്തത്? ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി എഴുതാത്ത കാര്യങ്ങളുള്ളൂ. മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ UPI പോലത്തെ ഐറ്റംസ്. മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിജിറ്റലൈസ്ഡ് എൻവയോൺമെൻ്റ് ആണ് അല്ലെ. മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഗൂഗിൾ പേ, അല്ലെങ്കിൽ നമ്മൾ എന്താ വ്യോം ആപ്പിലെ, യൂണിയൻ ബാങ്കിൻ്റെ വ്യോം ആപ്പ് ഉണ്ട്. അതുപോലെ എന്താ, SBIയുടെ അങ്ങനെ ഒരു ആപ്പുണ്ട്, അതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. SMS, നമുക്കിപ്പോൾ SMS-ലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മിനി സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാം, പേയ്മെൻറ്റുകളൊക്കെ നടത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊബൈൽ ബാങ്കിങ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാലും നമുക്കറിയണ കാര്യമാണ് അല്ലേ. ഒരു ഫണ്ട് എന്താ, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലോട്ട് ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചിട്ട് പോവുക. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഡിസ്കസ് ചെയ്യാത്തത്. ചെക്ക് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ചെക്ക് ബുക്ക് എന്താണ്, പാസ്ബുക്ക് എന്താണെന്ന് ആയിരിക്കും അറിയാത്തത്. ചെക്ക് ബുക്ക് എന്തിനു വേണ്ടിയാണ്, അതുപോലെ പാസ്ബുക്ക് എന്തിനു വേണ്ടിയാണ്? പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ബാങ്ക് ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മുടെ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ആയതും ഡെബിറ്റ് ആയതും റെക്കോർഡ് ചെയ്ത് നോക്കുന്ന ഒരു ബുക്കല്ലേ പാസ്ബുക്ക്. അപ്പോൾ അത് വായിച്ചു നോക്കിക്കൂടെ. ഇനി ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചെക്ക് ബുക്ക് നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ട് ഹോൾഡേഴ്സിനും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ചെക്ക് നമ്മൾ ഒരാൾക്ക് കൊടുത്തു, പക്ഷെ ആ ഡേറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, അങ്ങനെയെങ്കിൽ അതെന്താ? അതൊരു ഡിഫോൾട്ടിങ് ആണ്. അതെന്താ? നിയമപ്രകാരം പണിഷബിൾ ഒഫൻസ് ആണ്. അതുപോലെ എന്താ, അതൊരു ചെറിയൊരു ബുക്കായിരിക്കും. പിന്നെ അതെന്താ, ഒരു പേപ്പർ ഇൻസ്ട്രുമെൻ്റ് ആണ്. യൂസ് ടു പേ ഫോർ ഗുഡ്സ് ഓർ, നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് ഓർ സർവീസ്, ഗുഡ്സ് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് പിന്നീട് അതിന് എത്ര ഡേറ്റുള്ള അതിൻ്റെ ഡേറ്റിന് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ള. ആർക്കും എഴുതാൻ പറ്റും, ജസ്റ്റ് വായിച്ചിട്ട് പോവുക. വെറുതെ വായിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് വായിച്ച് വീഡിയോയിൽ ലെങ്ത് കൂട്ടാത്തത്.